ഇതുപോലെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ? നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിട്ട് വളർത്തുന്ന ഡോഗ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, ഡോറ് തുറക്കുന്നുണ്ട് ഇത് കണ്ട ഇതുപോലെ ഇറങ്ങി ഓടാൻ സമ്മതിക്കരുത്. അവർ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ അവർ വരാവൂ. അത് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേ എന്നുള്ളൊരു കമാൻഡും കൂടെ പഠിപ്പിക്കണം ഡോഗ്സിനെ. അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യും. നമ്മൾ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമ്മുടെ കൂടെ അവർ ഇറങ്ങാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട. അദ്ദേഹം ആ ഡോഗിനെ സ്റ്റേ പറഞ്ഞ് ഇരുത്തിയിരിക്കുന്നുണ്ട് അവിടെ. ഇനി അദ്ദേഹം ഇറങ്ങുമ്പോൾ അയാളുടെ കൂടാണത് ഡോഗും പുറത്തേക്ക് ഇറങ്ങുക. കണ്ടില്ലേ, അങ്ങനെ ചെയ്യിക്കാവും. ഇത് വേറെ കാര്യം കണ്ടേ, ഇത് മിക്ക ഡോഗുകളും ഈ കൂട് തുറക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ കിടന്ന് ചാടും. ആ സമയത്ത് നമ്മൾ കൂട് തുറക്കാൻ പാടില്ല. കുറച്ച് കഴിയുമ്പോൾ അവരവിടെ കാമാവും. ആ സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൂട് തുറന്നവരെ പുറത്തേക്ക് ഇറക്കാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടപ്പോൾ നല്ല കാമായില്ലേ, കണ്ടില്ലേ? ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, അവനെ പുറത്ത് ഇറക്കുക. നമ്മൾ തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ഡോഗിന് തിരക്കുണ്ടാവും, പക്ഷേ നമ്മൾ ഒരു കാരണവശാലും തിരക്ക് പിടിക്കരുത്. സമാധാനമായിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഡോഗ് കാമായിട്ട് അവനെ മെല്ലെ പുറത്തിറക്കുക. എല്ലാ മൂവ്മെൻറ്റ്സും നമ്മൾ മെല്ലെ മെല്ലെ ചെയ്താൽ മതി. ഇത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. 2-3 പ്രാവശ്യം ഡോറുകൾ തുറക്കുകയും ഗേറ്റ് തുറക്കുകയൊക്കെ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യിക്കണം. നമ്മളപ്പോൾ നമ്മുടെ കൂടെ അവർ വെയിറ്റ് ചെയ്യും. കണ്ടില്ല, ഇത് രാജപാളയൻ ഡോഗാണ്. ശരിക്കും അവരൊന്നും ഇങ്ങനെ അടങ്ങി നിൽക്കില്ല. അവർ നല്ല സ്പീഡും ആക്റ്റീവ് ആയ ഡോഗുകളാണ്. അവരുമായിട്ട് ഇങ്ങനെ അടങ്ങി നിൽക്കും. കണ്ടില്ലേ, വെയിറ്റ് ചെയ്യണം. ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ അവർ വരുള്ളൂ. നമ്മളിങ്ങനെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൻ്റെ റോഡിലേക്കുള്ള മെയിൻ എൻട്രൻസ് അത് തുറന്നിട്ട് ഡോഗ് ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പാടില്ല. നേരത്തെ നമ്മൾ കണ്ടില്ല, അതുപോലെ അപകടം ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഡോഗിനെ വെയിറ്റ് ചെയ്യിക്കുക, സ്റ്റേ പറയുക, നമ്മളിറങ്ങും നമ്മുടെ കൂടെ ഇറക്കി. ഇടയ്ക്ക് ഗേറ്റൊക്കെ തുറന്നിട്ടിട്ട് വേണം പ്രാക്ടീസ് ചെയ്യിക്കണം. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക.